നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. ഈ വർഷത്തെ ധനവിനിയോഗ ബില്ല് നിയമസഭ പാസാക്കും. വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണം, പൊതുവിതരണ മേഖലയിലെ പ്രതിസന്ധികൾ തുടങ്ങിയവയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ സാധ്യത. ഈ വാർത്തയുടെ വിവരങ്ങളും വിഷ്ണു കരുണാകരൻ തന്നെ നൽകും. വിഷ്ണു, സഭ ഇന്ന് സമ്മേളിക്കുമ്പോൾ ധനവിനിയോഗ ബില്ല് പാസാക്കുക പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. പ്രതിപക്ഷത്തിന് മുന്നിൽ ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്? ലിബീഷ്, ഇന്ന് സഭ ചേരുമ്പോൾ ധനവിനിയോഗ ബില്ലുകൾ പാസ്സാക്കുമെന്നുള്ള കാര്യത്തിലാണ് ഒരു പ്രത്യേക അജണ്ടയുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ്. അതായത് ഈ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളിലെ പ്രതിസന്ധി അത് ഏത് തരത്തിൽ നടപ്പിലാക്കുമെന്നുള്ള കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലിന് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഈ ഭക്ഷ്യമേഖല അടക്കം ഈ പൊതുവിതരണ മേഖല നേരിടുന്ന പ്രതിസന്ധികളടക്കം ശ്രദ്ധ ക്ഷണിക്കലിൽ കൊണ്ടുവരുന്ന സാധ്യതയുണ്ട്. അടിയന്തര പ്രമേയമായി പല വിഷയങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും പ്രധാനമായും ഈ കാർഷിക പ്രതിസന്ധിയും കർഷക ആത്മഹത്യയും എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ സാധ്യത. ഏതായാലും ഇന്ന് പ്രതിപക്ഷം ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിക്കുമ്പോൾ പൊതുവായി ജനങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങൾ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ ഗ്രാമീണ റോഡ് വികസനമായാലും പൊതുവിതരണമായാലും അതോടൊപ്പം ഈ കാർഷിക മേഖലയെക്കുറിച്ചായാലും കൃത്യമായ ഒരു ഇടപെടൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്ന് സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഏതായാലും സഭയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. ഏതായാലും അത് ഇന്നും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഈ ധനവിനിയോഗ ബില്ലുകൾ പാസ്സാക്കുന്നത്. ഏതായാലും ധനബില്ലുകൾ പാസ്സാക്കുന്നതോടെ തന്നെ ഇന്നത്തെ സഭ ഇന്ന് പ്രത്യേകിച്ചും സമാപിക്കും. അതോടൊപ്പം തന്നെ 11-ാം തീയതിയാണ് സഭ അവസാനിക്കുന്നത്. ഏതായാലും ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രം, പൂർണ്ണമായും ഒരു 3 ദിവസം മാത്രമാണ് ഇനി സഭ ഉണ്ടാവുക. നിയമസഭാ സമ്മേളനം അതോടെ അവസാനിക്കും. ഏതായാലും ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യം അത് വളരെ വേഗത്തിൽ നടക്കുന്നത് കൊണ്ടും അത് അധിക നാൾ വേണ്ടി വരില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സഭ വെട്ടിച്ചുരുക്കി ഇന്ന് 11-ാം തീയതിയിലേക്ക് മാറ്റിയത്. ലിബീഷ്, ശരി വിഷ്ണു.